ഇടുക്കിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരാൾ കൂടി കൊല്ലപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ്. 70 വയസ്സായിരുന്നു അവർക്ക്. കൃഷിയിടത്തിൽ വിളവെടുക്കുന്നതിനിടെ, അതായത് കൂവകൃഷി വിളവെടുക്കുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഒറ്റയാനാണ് ആക്രമിച്ചതെന്നുള്ളതാണ് വിവരം. അക്കരെ നിന്ന് RR ടീം ഇക്കരയ്ക്ക് ഓടിക്കുന്നു. RR ടീം അല്ല, നാട്ടുകാർ ഇക്കരയ്ക്ക് ഓടിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അങ്ങോട്ട് ഓടിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ പുഴ വട്ടം കിടന്ന് ആന തിരിച്ച് കാഞ്ഞിരവേലി ഭാഗത്തേക്ക് കയറി. കാഞ്ഞിരവേലി ഭാഗത്ത് കയറി ഈ ചേച്ചി അവിടെ കൂവ പറിച്ചുകൊണ്ടിരിക്കുകയത് പറമ്പില്. അന്നേരമാണ് ആന വന്ന് തട്ടിയിട്ട് പോയത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഒരു നാട്ടുകാരൻ്റെ പ്രതികരണമാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കൂവ പറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പട്ടാപ്പകൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി ഇടുക്കിയിൽ കൊല്ലപ്പെടുമ്പോൾ ആ ഭാഗങ്ങളിൽ ഇത് ഇടയ്ക്കിടെ ഈ കാട്ടാന ഇറങ്ങുന്ന ഒരു ഏരിയ ആണോ? എന്താണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത്? പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സ നൽകാനും കഴിഞ്ഞില്ലേ? സൈഫുദ്ദീൻ, കാട്ടാന ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ് ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്നത്. എറണാകുളം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. അടിമാലി പഞ്ചായത്തിന്റെ, ഇടുക്കി ജില്ലയിലെ അടിമാലി പഞ്ചായത്തിന്റെ ഭാഗമാണ്. നേര്യമംഗലം പാലത്തിനോട് ചേർന്നുള്ള വനാതിർത്തി പ്രദേശമാണ് ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്നത്. കാട്ടാനകൾ പതിവായി എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇക്കാര്യം പലതവണയും അധികൃതരുടെ മുന്നിൽ നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ളതാണ്. സുരക്ഷയൊരുക്കുമെന്ന് പലവട്ടം പറഞ്ഞെങ്കിലും അതിനൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നും പ്രധാനമായും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. രാവിലെ 8 മണിയോട് കൂടി സ്വന്തം കൃഷിയിടത്തിൽ കൂവ വിളവെടുക്കുന്നതിനിടയിലാണ് ഈ പ്രദേശവാസിയായ ഇന്ദിരയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാന ആക്രമിക്കുന്നത് ഈ ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന ടാപ്പിംഗ് തൊഴിലാളികളാണ് ഈ പരിസരത്തേക്ക് വരികയും ആനയെ അകറ്റുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ ടാപ്പിംഗ് തൊഴിലാളികൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇന്ദിരയെ അവിടെ നിന്ന് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ദിരയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്കുള്ള മാർഗമധ്യേ ഇന്ദിര മരണപ്പെടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമാണ് വനംവകുപ്പിനെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ എറണാകുളം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഈ RRT സംഘം അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ആ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ഒരു ഗുരുതര ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ആനയെ അകറ്റുന്നതിൽ 2 ജില്ലകളിലുള്ളവർ തമ്മിൽ ഒരു അഭിപ്രായ ഏകീകരണം ഇല്ലാത്തതാണ് പ്രധാനമായിട്ടുള്ള ഈ കാട്ടാന ശല്യത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപണമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം എന്ന് പറയുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ്. വനാതിർത്തി പ്രദേശമാണ്. ഒരു ഭാഗം വനവും മറുഭാഗം പുഴയും, പുഴയോട് ചേർന്നുള്ള ജനവാസ മേഖലയും എല്ലാം ആയി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാന ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇവരുടേത്. അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവമായ ഒരു പ്രശ്നമാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ വർഷം അതായത് ഈ 2 മാസത്തിന് അകം ഇടുക്കി ജില്ലയിൽ മാത്രം 5 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഈ കാട്ടാന ശല്യത്തിന്റെ അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിസ്സാരമായി കരുതേണ്ട ഒരു കാര്യമല്ല. കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു ജില്ല കൂടിയാണ്. ഉണ്ടാകുന്ന 2ാമത്തെ മരണമാണ്. ഓട്ടോ ഡ്രൈവർ സുരേഷ് കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അന്ന് വലിയ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഇതിപ്പോ ഈ സംഭവത്തിന് പിന്നാലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഏതൊക്കെ രീതിയിലാണ്? സൈഫുദ്ദീൻ, വലിയ രീതിയിലുള്ള ഒരു അമർഷം ഈ കാര്യത്തിൽ നാട്ടുകാർക്കുണ്ട്. കാരണം ഈ ഏതെങ്കിലും രീതിയിൽ ഒരു കാട്ടിലേക്ക് കയറിപ്പോകുകയോ അല്ലെങ്കിൽ വനമേഖലയിലൂടെ സഞ്ചരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഒരു അപകടമല്ല. സ്വന്തം വീടിനോട് ചേർന്ന് സ്വന്തം കൃഷിയിടത്തിൽ ഒരു വിളവെടുക്കാൻ ഇറങ്ങിയ ഒരു വീട്ടമ്മയ്ക്കാണ് ഇത്തരത്തിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. സ്വാഭാവികമായും പല ന്യായങ്ങൾ പല ഭാഗത്തു നിന്നും പറയാമെങ്കിൽ പോലും പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മറുപടിയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. അതായത് കൃഷിയിടത്തിൽ നട്ടു വളർത്തിയ കാർഷിക വിളകളുടെ വിളവെടുക്കാൻ ഒരു ഇറങ്ങിയ വീട്ടമ്മയ്ക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് കാട്ടാന ആക്രമണം എത്രമാത്രം രൂക്ഷമാണ് എന്നുള്ളത് അതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും പലതവണ ഈ മൂന്നാർ കന്നിമലയിൽ സുരേഷ് കുമാറിന്റെ, ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാറിന്റെ മരണത്തിന് ശേഷം വലിയ രീതിയിൽ സുരക്ഷയൊക്കെ ഒരുക്കുമെന്ന വനംവകുപ്പ് പറഞ്ഞിരുന്നു. അതായത് കാട്ടാന ശല്യം രൂക്ഷമായി
രൂക്ഷമായ പ്രദേശങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കും. പ്രത്യേകം RRT സംഘത്തെ നിയോഗിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ RRT സംഘത്തെ നിയോഗിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു അഭിപ്രായങ്ങൾ എല്ലാം പുറത്തു വന്നിരുന്നു. പലതവണ ചർച്ചകൾ നടത്തിയിരുന്നു. ഡീൻ കുര്യാക്കോസ് MP ഇത്തരത്തിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നു. ആ സാഹചര്യത്തിലെല്ലാം അധികൃതർ നൽകിയിരിക്കുന്ന ഉറപ്പ് കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രത്യേകം RRT സംഘത്തെ നിയോഗിക്കും, നിരീക്ഷണം ശക്തമാക്കും എന്നായിരുന്നു ഇത്തരത്തിൽ ഉറപ്പുകളെല്ലാം നൽകിയിരുന്നത്. പക്ഷേ ഇത് എക്കാലവും ഇത്തരത്തിൽ ഉറപ്പുകൾ നൽകുന്നതാണ്. ഓരോ ആക്രമണം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഉറപ്പുകൾ നൽകി അധികൃതർ തടിയൂരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ ഉറപ്പുകൾ അല്ല അല്ലെങ്കിൽ വാഗ്ദാനങ്ങളല്ല, പകരം നടപടികളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ആവശ്യവും പ്രധാനമായും ആളുകൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്.